ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ വർത്താനങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന്. ബഷീർ പൊന്നൂർ റിച്ചസ് കിച്ചണിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു ചിക്കന് മന്തി, അറബിക് മന്തിയും സുർബിയാൻ റൈസും ഉണ്ടാക്കാൻ പോവുകയാണ്. സുർബിയാൻ റൈസിൻ്റെ മുന്നേ ഞാനൊരു മട്ടൻ്റെ സുർബിയാൻ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ ചിക്കൻ്റെ ഒരു സുർബിയാൻ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്, മന്തിയായിട്ട് ചിക്കനും. അപ്പോൾ ചിക്കൻ കണ്ടതാ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസ്, ചിക്കൻ്റെ ചെസ്റ്റ് പീസൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടോ. സ്കിന്നോട് കൂടിയിട്ടാണ്, സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല ചിക്കൻ്റെ. ഇനി സ്കിന്ന് വേണം, സ്കിന്നില്ലാതെ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ച ചിക്കന്, പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ്, സുർക്ക, പിന്നെ തൈര്, കട്ട തൈര്. ഇതിപ്പോൾ കടപ്പിൽ മായം കൊണ്ടുവന്നതാണ്. അൾമറായിൻ്റെ തൈരാണ്, 1.25 കിലുള്ള. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ ചിക്കന് ഫസ്റ്റിൽ ചെറിയൊരു മാഗ്നേറ്റ് ചെയ്തേക്കാണ് നമുക്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് ഈ മാഗ്നേറ്റ് ചെയ്തേക്കാനുള്ള പാത്രമാണ്. ആ പാത്രത്തിലേക്ക് ഒന്ന് മസാല ഉണ്ടാക്കിയാൽ മാഗ്നേറ്റ് ചെയ്തേക്കാം. ഇപ്പം കണ്ടോ, നമ്മളെ ഓറഞ്ച് ജ്യൂസും സുർക്കയും തൈരും കൂടി അടിച്ച് മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ചിക്കനിൽ എന്തെങ്കിലും കേടുകളോ അണുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലിട്ടേക്കുന്നത്. നമുക്കൊരു 1/4 മണിക്കൂർ വരെ നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് വെള്ളം മാറ്റിക്കളാം. ഈ വെള്ളം നമ്മളൊന്നിനും എടുക്കില്ല, ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് വെക്കുക. എല്ലായിടത്തേക്കും ആക്കിയിട്ട് ഇതേപോലെ ആക്കി വെക്കുക. അപ്പോൾ എന്താ, ഈ ചിക്കനിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ, വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നശിച്ചു പോകും. അത് ഓറഞ്ചിൻ്റെ ജ്യൂസ് നിർബന്ധമുള്ളതല്ല, പക്ഷേ ഈ തൈരും സുർക്കയും അത് വേണം കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ. അതല്ലാണ്ട് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇതൊരു മണിക്കൂർ വരെ അതൊന്ന് റെസ്റ്റിന് എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ മറ്റേ തൈരിൽ ഇട്ട് വെച്ച ചിക്കനിലേക്ക് മസാല മാഗ്നേറ്റ് ചെയ്യണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന, കസ്ബറ, തൂം, ജിഞ്ചബീൽ, ഫിൽഫിൽ, ജബാദി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. നാന എന്ന് പറഞ്ഞാൽ പുതിന ഉണ്ടല്ല, കസ്ബറ എന്ന് പറഞ്ഞാൽ മല്ലിയില, തൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ജഞ്ചബീൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, ഫിൽഫിൽ എന്ന് പറഞ്ഞാൽ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നല്ല കണ്ടീഷനാക്കി ഇങ്ങോട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനെ മാഗ്നേറ്റ് ചെയ്യണം. മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനാക്കി അരച്ചെടുത്ത മസാല ഉണ്ട്. പച്ചമസാല, പിന്നെ പൊടികൾ, അറബിക് മസാല ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ തന്തൂരി മസാല ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, പെപ്പർ പൗഡർ ഉണ്ട്, ഉപ്പുണ്ട്, കോൺഫ്ലവറും വേണം, കോൺഫ്ലവർ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ പകുതി, ഇതൊക്കെ ഉള്ളു വേണ്ട പകുതി മതി നോക്കിയിട്ടിടാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികൾ, നമ്മൾ എടുത്തു വെച്ച ഉപ്പ് നോക്കിയിട്ടിടാം. ഇനി നമുക്ക് കോൺഫ്ലവർ, ഒരു 1.5-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അത് നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. ക്ഷമിക്കണം, ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം കൂടി ചെയ്യുന്നത്. ഫോണും പിടിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ കുറച്ച് കാട്ടും കൊണ്ടൊക്കെ ഒന്ന് ഷെയ്ക്കായി പോയിട്ടുണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ ചിക്കനിലൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഒരല്പം സൺഫ്ലവറിൻ്റെ എണ്ണയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാല മിക്സ് ചെയ്ത് ഇങ്ങനെ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ നല്ലോണം മിക്സാക്കി ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച പച്ച മസാല. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാത്തത് ഒരു 1/4 മണിക്കൂർ 1/4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത പരിപാടി വെക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം നമ്മൾ സുർബിയാൻ്റെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ബസുമതിൻ്റെ സല്ലാ റൈസാണ്. 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ആദ്യം കഴുകിയിട്ട് 1 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വരെ വെക്കുക. അപ്പോൾ അത് കഴുകി എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കന് സുർബിയാൻ്റെ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. റൈസിന് വേണ്ടത് 2 ചെറിയ ക്യാരറ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് മാഗി ക്യൂബ്, ഒരു കട്ട മാഗി ക്യൂബ്,
4 പച്ചമുളക്, ഒരു അര ഉള്ളി, പിന്നെ ഒരു 3 ഡ്രൈ ലൈമണ്, ഗരം മസാല, ഗർഫ, പട്ട, ഗ്രാമ്പു, പിന്നെ കുരുമുളക്, പിന്നെ നമ്മളെ അരി കഴുകി കുതിർത്ത് വെച്ചത്, പിന്നെ പച്ചമസാല അരച്ചത്, പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ്, പിന്നെ നമുക്ക് എണ്ണ വേണം. എണ്ണ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കൊണ്ടുവെക്കുന്നുണ്ട്. കടായിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് കണ്ടുകൊണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് ഡ്രൈ ലൈമണും നാരങ്ങയും അതേപോലെ ഗരം മസാല എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കുക. കുരുമുളക്, ഏലം, പട്ട അതൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ച ഉള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ച ഉള്ളി, മറ്റേ മുളക്, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇപ്പോൾ വേണോ നമ്മൾ എണ്ണയിലിട്ട് നമ്മളെ എല്ലാ സാധനങ്ങൾ ഉള്ളി, പച്ചമസാല, പിന്നെ മല്ലിച്ചപ്പ്, മല്ലിയില അതൊക്കെ നല്ലോണം ഫ്രൈ ആയി വാടി വന്നിട്ടുണ്ട്. വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എടുത്ത് വെച്ച പച്ചമസാല ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ഒന്ന് വാട്ടി ഒന്ന് ചെറുതാക്കി ഒന്ന് മിക്സാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളെ മാഗി കട്ട ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കുക. അപ്പോൾ ഞാനെടുത്ത് 4 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇട്ട് ചേർക്കേണ്ടത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് മിക്സാക്കി കൊണ്ട് എടുക്കാൻ നമുക്ക്. ഇപ്പം ഞാൻ നമ്മളെ മസാലയിൽ റൈസ് ഉണ്ടാക്കുന്ന 6 ഗ്ലാസ് അരിക്കുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അരിയില്ല കാട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ ഒന്ന് എടുത്ത് നമുക്ക് പുറത്തൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരോടും പറയല്ലോ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ കേട്ടോ, നമ്മൾ മസാല ഇട്ട ചിക്കൻ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചതാണ്. നമ്മൾ റൈസ് വെള്ളമൊക്കെ ഊറ്റിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ നമുക്ക് അതിൻ്റെ മുകളിൽ ഗസീർ അടിച്ചിട്ട് റെഡിയാക്കി കാട്ടി തരട്ടെ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ റൈസ് ഇടാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കുക, ഒന്ന് മിക്സാക്കുക. ഈ വെള്ളത്തിൽ റൈസ് എല്ലാം എടുത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേത്തണ്ണി മേലുള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ഇപ്പം നമ്മളെ അരിയിലാ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിതാ റൈസ് ഇട്ട വെള്ളം റൈസ് ആഡ് ചെയ്ത് റൈസ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നടക്കുകയാണെങ്കിൽ ഇത് ചെറിയ തീയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഗസ്തിയിലടിക്കും. ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി നമ്മൾ കുക്ക് ചെയ്യുക. ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഗസ്തിയിലടിച്ചതിന് ശേഷം നമ്മൾ ഗസ്തീറിന് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ആഡ് ചെയ്യുക. അപ്പോൾ കാട്ടിത്തരാം. അപ്പം നമുക്ക് ഗസ്തിയിലടിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ റൈസ് ഇതേപോലെ ഗസ്തിയിലടിച്ചിട്ട് 4 ലെവലിൽ ഗസ്തിയിലടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതേപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എല്ലായിടത്തും ഇതേപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചിക്കൻ എടുത്തിട്ട് കാട്ടിത്തരാം.
ഇപ്പോൾ കണ്ടോ ചിക്കനൊക്കെ നമ്മൾ ഗസീറിന് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചിക്കനെ നമ്മൾ ലെവലിൽ നിരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നല്ല ഇതിൻ്റെ മുകളിൽ നല്ലോണം ഗസീർ അടിച്ചിട്ട് അതിൻ്റെ ഹെയറൊന്നും തീരെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഗസീർ അടിക്കണം. എന്നിട്ട് 50 മിനിറ്റ്, ഒരു മണിക്കൂർ, മാക്സിമം ഒരു മണിക്കൂർ വേണ്ട, 50 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാനുണ്ടാവും. ചെറിയ ഒരു മീഡിയം സൈസ് തീയിലാണ്, ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഗസീർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടതാ ഒരു ലെവലിൽ ശേഷം എയർ പുറത്തേക്ക് പോവാതെ രീതിയിൽ കണ്ടീഷനായിട്ട് ഗസീർ അടിച്ച് എല്ലാ സൈഡിലും ഗസീർ അടിച്ച് നമ്മൾ ഈ ചിക്കന് മൂടിയിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് 50 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തിട്ട് കാട്ടിത്തരാം. ഇപ്പോൾ നമ്മൾ ചിക്കന് സുർബിയാൻ്റെ ചിക്കന് ബന്ത് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുക്കായി വന്നതിന് ശേഷം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് കാണണമെങ്കിൽ പൊറോട്ടക്കല്ലിൻ്റെ മുകളിലിട്ടിട്ട് അത് ഉള്ളും പുറമൊന്ന് ചെറുതായിരുന്നു ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിൻ്റെ റൈസ് ഇതാ കുക്കായിട്ട് ഇവിടെ റെഡിയാക്കി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഡിഷ് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിക്കനെ കണ്ടത് ഞങ്ങൾ ഫ്രൈ ആയി വരുന്നുണ്ട്, ഒന്നുകൂടി ഫ്രൈ ആവാനുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്, തൈരും മറ്റേ ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു സലാഡും കൂടിയിട്ടാണ്. അപ്പോൾ അന്നേരം നോമ്പ് തുറക്കുള്ളത് ഒരു വെറൈറ്റി വിഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ടി. വളരെ സിമ്പിളാണ്. കുറച്ച് കോഴി വാങ്ങണമെന്നേ ഉള്ളൂ. ഇതിലൊക്കെ ഉള്ളോ നമ്മളെ സുർബിയാൻ റൈസും ചിക്കനും ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. അപ്പോൾ കയ്യിൽ നിന്ന് അറിയുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ കമൻറ്റ് എന്താ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ആ ലൈക്ക് ബട്ടൺ അമർത്താനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു അത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. റിച്ചസ് കിച്ചൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ഗുഡ് ബൈ.